ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ചേട്ടൻ പുതിയൊരു ഫിഷ് ഗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് കണ്ടപ്പോഴേക്കും നമ്മൾ നിവാമ്പിക്ക് അത് വാങ്ങിച്ചു കൊടുത്തു. അപ്പം വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവനത് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മളിത് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റിങ്ങിനും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അപ്പം നമ്മൾ മീന് ഇപ്പോൾ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇപ്പോൾ വെള്ളമൊക്കെ എന്താ പറയുക, വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുവാണ്. അതുകൊണ്ട് മീനിലേക്ക് കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി നമ്മൾ ഈ ഒരു കായൽ, അതായത് കായലിൻ്റെ അടുത്ത് പറവൂരാണ് കേട്ടോ, അവിടെ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോഴേക്കും നമുക്ക് മീനിനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനടുത്ത് തൊട്ടടുത്തുള്ള കുഴിപ്പള്ളി ബീച്ചിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 4 മണിയോട് അടുക്കായിട്ടോ. അപ്പോൾ നമ്മളിടയ്ക്ക് പറവൂർ വരുമ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൽ വരാറുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഇത്രയും പറവൂരിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബീച്ച് ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്ര അടുത്ത് വരുമ്പോൾ നമ്മളിത് ഇവിടെ കയറാതെ പോകുന്ന മോശമല്ല. അപ്പോൾ നമ്മൾ അവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരുവിധം 4 മണി അങ്ങനെ ഒരു സമയമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിവാം ബേബി ഇവിടെ വന്നപ്പോഴേക്കും ആലോചിച്ച് നിൽക്കുകയാണ്. കാരണം മണ്ണൊക്കെ കണ്ടപ്പോഴേക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വീട്ടിലാണെങ്കിൽ അധികം മണ്ണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഇത് കണ്ടപ്പോൾ ആളിങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ വന്ന പാട് തന്നെ ദൂരത്തോട്ട് പോവാണ്. അപ്പൊ ഞാനും നിവാം ബേബി പയ്യെ ഇങ്ങനെ നടക്കുവാണ്. കുഴമണ്ണായതുകൊണ്ട് നടക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ കുഴി അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ, ഒരു വലിയൊരു കുഴി. ഇത് എങ്ങനെ ആയതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു മരം എന്ന് പറയുന്നത്, ഈ ഒരു മരത്തിലുണ്ടല്ലോ ഒരു കായ ഉണ്ടാവും കേട്ടോ. ആ കായ ഉണങ്ങി വരുമ്പോഴേക്കും നമ്മളിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് പ്രസ് ചെയ്യുന്ന പഴയ, അതായത് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നിവാം ബേബിക്കാണെങ്കിൽ മണ്ണൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുപാട് തവണ മണ്ണിൽ കളിച്ചിട്ടോ. അപ്പൊ ചേട്ടൻ കുറെ നേരം അവിടെ ഇരുന്നു. പിന്നെ ചേട്ടൻ ജസ്റ്റ് ഒന്ന് നടക്കുവാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് ഈ ബീച്ച് എന്ന് പറയുന്ന അടിപൊളി ഒരു ബീച്ചുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഇങ്ങനെ മണ്ണൊക്കെ നിറച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് തവണ കുഴമണ്ണൊക്കെ എടുത്ത് ഞാനും കളിക്കുവാണ്. കാരണം ഒരുപാടായിട്ടോ നമ്മളിങ്ങനെ കുഴമണ്ണൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.